അപ്പൊ ഈ ഒരു പാലക്കാട് ഈ ഒരു പ്രദേശത്ത് ഇത്തരം വിഷയങ്ങൾ അറിയുന്ന ആളുകളെ ഉണ്ടാക്കിയെടുക്കുക. ഇതിനു വേണ്ടിയിട്ടാ, അത് നമുക്ക് വേണ്ടിയിട്ടല്ല, അവരവര് ഇത് നമുക്കൊരു ആരോഗ്യത്തിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ ആശുപത്രിയിലേക്ക് പോകും. അല്ലെങ്കിൽ അത് ഡോക്ടർമാർക്കാണ് അറിയാൻ കഴിയുക. എന്റെ അസുഖം ഡോക്ടർക്കാണ് അറിയാം എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണോ കാര്യങ്ങള്? മനുഷ്യനൊഴികെ മറ്റേതൊരു ജീവിയും അതിന് അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് അതിനാണ്, അല്ലെ? നമുക്ക് അത് അറിയുന്നില്ല, അല്ലെങ്കിൽ അത് അറിയുന്നത് ഒരു രീതിയിലേക്കല്ല നമ്മള്. നമ്മുടെ വിചാരം നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ പുറത്തെവിടെയോ ആണ് ഇരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ അകത്താണ് എല്ലാം തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അപ്പൊ അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും മാറ്റങ്ങൾ നമ്മൾ തുടങ്ങുന്നത്, അല്ലെ? നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ അറിവിൽ നിന്നൊക്കെയാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഒരു ചുരുക്കത്തിൽ പറഞ്ഞത് മാത്രം. അപ്പൊ 1981 കുട്ടികളുടെ ഒരു ശാസ്ത്ര സംഘടനയായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ 99-ലാണ് എത്തുന്നത്. സന്തോഷേട്ടനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ചേർന്ന് അവിടെ പഠിക്കുന്ന കാലം തുടങ്ങിയ ഒരു കൂട്ടായ്മയാണിത്. അന്ന് ആ കുട്ടികൾ വലുതായി, അവരുടെ അന്വേഷണങ്ങൾ വലുതായി, കണ്ടെത്തൽ വലുതായി. അങ്ങനെ 96 കൂടിയിട്ട് ഇത് ഒരു പരിസ്ഥിതി ദർശനം എന്നുള്ള രൂപത്തിൽ രൂപം കൊണ്ടു എന്നുള്ളതാണ്. അന്ന് മുതൽക്ക് ഇത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പലരും ഇതിൽ വന്നു പോകുന്നുണ്ട്. സന്തോഷമായിട്ടാണ് അന്നും ഇന്നും ഇത് വിടാതെ വന്നു കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ബോധ്യമുള്ള, എങ്ങനെ പ്രകൃതി എന്താണെന്ന്, നമ്മുടെ അതിലൊരു പങ്കുണ്ടല്ലോ, നമ്മുടെ സ്ഥാനം, ഇതൊക്കെ മനസ്സിലാകുന്ന ഒരു കൂട്ടായ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവുക, ഒരു ഗ്രാമം ഉണ്ടാവുക, ആ ഗ്രാമം വികസിച്ച് ഒരു വലിയ സമൂഹം ഉണ്ടാകുക, ഇതൊക്കെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പൊ ഒരു പരിസ്ഥിതി ഗ്രാമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പാടൂര്, അറിയാലോ, പാടൂര് കുറച്ച് സ്ഥലം നമ്മൾ വാങ്ങിച്ച് ഇതിന്റെ ചെറിയ രീതിയിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ വെള്ളം പൊങ്ങിയതൊക്കെ കൊണ്ട് നമുക്ക് അവിടെ പരിപാടി നടത്താൻ പറ്റാത്തൊരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് പരസ്പര ബോധ്യമുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അറിവ് എല്ലാവരും എത്തിക്കേണ്ടതുണ്ട്. പലരിലും ഈ അറിവുണ്ട്, പലർക്കും ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല, അല്ലെ? നമ്മളിങ്ങനെ കുറച്ചു പേര് ഇതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പൊ അത്തരം ഈ ആശയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എല്ലാവരും അറിയിക്കുക എന്നതൊക്കെയാണ് ഇത്തരം കൂടിച്ചേരലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും, നമുക്കറിയാം ഇന്നത്തെ ഒരു സിറ്റി ലൈഫ് അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ഒരു ജീവിതം നമ്മളെ എങ്ങനെ കൊണ്ടുപോകും നമുക്കറിയാം, അല്ലെ? ഒന്നിനും നമുക്ക് സമയമില്ല. നോക്കൂ, ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇത്രയും പേര് വന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. കാരണം എല്ലാവർക്കും അവരുടേതായ തിരക്കുകള്, ആരെയും ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല ഈ ഒരു വിഷയത്തിലേക്ക് വരാത്തത് കൊണ്ട്. അല്ലെങ്കിൽ ഇത്തരം പല വിഷയങ്ങൾ ഇവിടെ പിന്നെ ആളുകൾ കൊണ്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആശയം എല്ലാവരും സ്വന്തം വിഷയമായിട്ട് എടുക്കുക. പ്രകൃതി അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ഇടം, അവിടെ നിന്ന് ഞാൻ എത്രത്തോളം എടുക്കുന്നുണ്ടോ അത്രയും അല്ലെങ്കിൽ അതിനപ്പുറവും നമ്മൾ നൽകാനും ബാധ്യസ്ഥരാണ്. ശരിയല്ലേ? ഏതൊരു ജീവിയും ഇവിടെ എടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ അവർക്ക് സ്വാഭാവികമായി നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യര് മാത്രം ഭൂമിയിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് എടുത്തുകൊണ്ടേയിരിക്കുക. അതിനാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത്, നമ്മുടെ താല്പര്യം, പിന്നെ നമ്മുടെ ആഗ്രഹം, ഇതെല്ലാം ആണ് നമ്മുടെ പ്രഥമമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പരിഗണന എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മറ്റാരുടെയും ആവശ്യങ്ങൾ എന്ന് പറയാം. അങ്ങനെയല്ല നമ്മൾ പോവേണ്ടത്. ഒരുപക്ഷെ ഇത്രയും കാലം നമ്മൾ ഇതൊന്നും ശ്രദ്ധയില്ലാണ്ട് ജീവിച്ചു. വേണമെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോഴും നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇപ്പൊ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമെന്ന് നമ്മൾ പറയുമ്പോൾ ആളുകളുടെ കാഴ്ച എങ്ങനെയാണെന്നറിയോ? ഇതെല്ലാവരും കൂടി അല്ല അനുഭവിക്കുന്നത്. എല്ലാവരും വരുമ്പോഴേക്കും എല്ലാവരും പോകും, ഒരുമിച്ച് വരുമ്പോൾ എല്ലാവരും പോകും. അങ്ങനെയല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെ? നമുക്ക് ഒരു പുതിയ ഒരു അറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കഴിവ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മള് കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാകണം എന്നുള്ളത്. നമ്മളെക്കാൾ ശേഷി കുറഞ്ഞവരെ നമ്മൾ സഹായിക്കുന്നില്ല എന്നതുപോലെ മറ്റുള്ളവരെക്കാൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ ആ അറിവ് എത്രയും വേഗം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അങ്ങനെ ഈ അറിവ് എല്ലാവരിലും എത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം, എനിക്ക് എന്താണോ വേണ്ടത് അത് അറിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെ? നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എനിക്കും മനസ്സിലായി, ഞാൻ സ്വയം അത് ചെയ്യുമെന്നുള്ളത്. അപ്പൊ ആ സ്വയം ഭരിക്കുക എന്നൊക്കെ പറയില്ല, അതായത് സ്വയം നിയന്ത്രണം ഉള്ള ഒരു സമൂഹം നമുക്കിവിടെ ആവശ്യമാണ്. അപ്പൊ അതിന് ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് വേണം. ആ അറിവുണ്ടെങ്കിൽ മാത്രമേ അത് സ്വയം സംഭവിക്കുള്ളൂ. അല്ലെങ്കിലോ എത്ര പറഞ്ഞാലും ഈ ചെവി കൂടെ വിടുന്ന ഒരു രീതി മറ്റെല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ ഈ കാര്യത്തിൽ നമുക്ക് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി
എന്നുള്ളത് നമുക്ക് ജീവിക്കാനുള്ള സ്ഥലം എന്നതിനപ്പുറം നമ്മുടെ എല്ലാം അതിലാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഏത് മേഖല എടുത്താലും എല്ലാം പ്രകൃതിക്കകത്താണ് മനസ്സിലാക്കുന്നത്. ആ ഒരു അറിവോടുകൂടി എല്ലാവരും ഇതിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധയുള്ളവരാവുക. ഇനിയുള്ള ദിവസങ്ങളിൽ സന്ദർശകർ കുറച്ചുകൂടെ വിശദീകരിക്കും. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എത്ര പങ്കുവെക്കാൻ കഴിയുമോ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇനിയുള്ള കാലം നമുക്ക് എങ്ങനെ എല്ലാവരുമായിട്ട് ചേർന്ന് പോകാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യം എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പം പത്തമംഗലത്ത് തന്നെയാണ് നമ്മളെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ആർക്ക് വേണമെങ്കിലും അവിടെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഇത്തരം കാര്യങ്ങളായിട്ട് കൂടുതൽ ചർച്ച ചെയ്യാം, സംസാരിക്കാം. നമുക്ക് പലതരം പദ്ധതികളുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുകളുണ്ട്. അതിലേക്ക് എവിടെ നിങ്ങൾക്ക് നിങ്ങളെ പ്ലേസ് ചെയ്യാൻ പറ്റും, ചേർന്ന് പോകാൻ പറ്റും, അത്രയും ചെയ്യും. നമ്മൾ ഇതിനായിട്ടൊരു ജീവിത രീതിയാണ് പഠിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പില് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പെരുമാറണം, രാത്രി കിടക്കുന്നത് വരെ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളത്. കാരണം എന്താ, അത്രയും ശ്രദ്ധയുള്ളവരാണെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ ആവശ്യങ്ങൾ ഇതാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ നമ്മുടെ കൺട്രോളിലല്ല. ശരിയല്ലേ? നമ്മൾ എന്ത് ഉടുക്കണം, നമ്മൾ എന്ത് കഴിക്കണം എന്നൊക്കെ ഇപ്പൊ മറ്റാരോ ആണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ കാര്യവും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതം സന്തോഷകരമാകാൻ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഈ ഒരു ബന്ധുത്വ മനനം കേട്ടിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? അത്രയെങ്കിലും നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സിലെ ആ തടസ്സങ്ങളൊക്കെ മാറിയെങ്കിൽ മാത്രമേ എല്ലാവർക്കും തുറന്നിടപെടാൻ സാധിക്കൂ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇത്രയും കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് അവസാനിപ്പിക്കുകയാണ്. അറിയാലോ, നമ്മളിത് എല്ലാ മാസവും നമ്മൾ നടത്താറുണ്ട്. പരമാവധി എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുക. അത് ഒരു കാര്യമെങ്കിൽ ഒരു കാര്യം ദിവസം മനസ്സിലാക്കി ചെയ്യാനായിട്ട്, പ്രയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഗുരു മണിയേട്ടന്റെ ശിഷ്യനാണ്. സിദ്ധ ഗുരു മണിയേട്ടന്റെ ശിഷ്യനാണ്. അതാണ് എന്റെ ലേഖനം. പിന്നെ എന്നെ ഈ വഴിയിലേക്ക് എന്റെ ധർമ്മം എന്ത് കാണിച്ചത് മണിയേട്ടനാണ്. പക്ഷെ ഞാനിപ്പോ പഠിപ്പിക്കുന്ന DP കോളേജിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്നിലേക്ക് എത്തിച്ചു തന്ന ഒരുപാട് പേര്. ഒന്ന് രണ്ട് പേരെ നിങ്ങൾക്കറിയാം. പണ്ഡിതാശുപത്രിയെ കുറിച്ച് പറഞ്ഞു നിങ്ങൾക്കറിയാം. ഗാന്ധിജിയെ നിങ്ങൾക്കറിയാം. പിന്നെ നമ്മുടെ വർമാജിയെ നിങ്ങൾക്കറിയാം. പഠിപ്പിച്ച വർമാജിയെ നിങ്ങൾക്കറിയാം. പിന്നെ പ്രകൃതിയില് ഇവിടെ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാകുമെന്ന് പറയുന്നത് റേച്ചൽ കാഴ്സനെ നിങ്ങൾക്കറിയാം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഈ വളങ്ങളെല്ലാം കൂട്ടിയിട്ടിട്ടല്ല ചെയ്യേണ്ടത്, ശരിയായ രീതിയിൽ കൃഷി ചെയ്യണമെന്ന് പഠിപ്പിച്ച മസ്ലോബ് ഫുക്കുമൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളാണ്. ഇതല്ലാതെ കുറെ ആളുകളുണ്ട്. ഞാൻ അവരെ കുറിച്ച് പറഞ്ഞു പരിചയപ്പെടുത്താൻ ഇപ്പൊ ശ്രമിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്കത് ബോധ്യമാവും. അപ്പോ നമ്മൾ ഈ സത്സംഗം എന്താണ്, എന്തിനാണ് എന്ന് പറയുന്നതിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചോളൂ. നിങ്ങളില് ഈ വിശ്വാസികളായിട്ടുള്ള എത്ര പേര്? വിശ്വാസം ഞാൻ അങ്ങനെ പറഞ്ഞത് വിശ്വാസം. അപ്പോ കൈമുഖ്യരല്ലാത്തവർ എതിർപക്ഷത്തുള്ളവരാണെന്നൊരു ധാരണയുണ്ടാവുക. ഞാൻ വെറുതെ തിരിച്ചൊന്ന് ചോദിച്ചു, വിശ്വാസമില്ലാത്തവർ, വിശ്വാസമില്ല എന്ന് വിശ്വസിക്കുന്നില്ല, അതല്ലേ ശരി? വിശ്വാസമില്ല എന്ന് വിശ്വസിക്കുന്നു. ജനിച്ചപ്പോ തന്നെ നമുക്ക് കിട്ടിയ ഒരു അറിവുണ്ട്. ശ്വസിക്കണമെന്നുള്ള അറിവ് ജനിച്ചപ്പോ കിട്ടിയതല്ലേ? നിങ്ങൾ മറന്നാൽ ശ്വസിക്കാതിരിക്കും. ശ്വസിക്കാൻ മറന്നുപോയി, ഓർക്കാതിരുന്ന് ശ്വസിക്കാതിരിക്കും. നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്നും വെളിയിലേക്ക് വന്നപ്പോ തന്നെ ആദ്യം തപ്പിപ്പോയത് അമ്മയുടെ മാർഗമാണ് അല്ലെ? ഭക്ഷണത്തോടുള്ള താല്പര്യം, കുടിക്കാനുള്ള താല്പര്യം, ശരീര ചോദനകളെല്ലാം പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള അറിവിലാണ് അല്ലെ? ഇത് പൊരുത്തമാകലാണ്. നമ്മുടെ ജീവിതത്തെ ജീവനായി നിലനിർത്താൻ വേണ്ടിയുള്ള പൊരുത്തമാകലാണ് അത്. അതിനെയാണ് സഹജ അവബോധം എന്ന് പറയാം. സഹജാവബോധം എന്ന് പറയും. തനിയെ ഉള്ള സംഭവം.
അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മള് ഈ അമ്മയല്ല ആ അമ്മയാണ് പാല് തരേണ്ടത്, അല്ലെങ്കിൽ ആ അമ്മയാണ് എനിക്ക് പാല് തരുന്നത്, ഈ അമ്മ എനിക്ക് തരില്ല, ഇതെന്നെ കൊണ്ട് നടക്കുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിൽ ഇല്ലേ? ശീലം കൊണ്ടുണ്ടാകുന്നത്, ശീലനം കൊണ്ടുണ്ടാകുന്നത്, ശിക്ഷണം കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ശിക്ഷിത അവബോധം എന്നാണ് പറയുക. സഹജാവബോധം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇത്ര ചോദനകളായിട്ട് വിശക്കുന്ന സമയത്ത്, മൂത്രമൊഴിക്കാൻ തോന്നുന്ന സമയത്ത്, ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന സമയത്ത്, ലൈംഗിക ചോദന ഉണ്ടാകുന്ന സമയത്ത് ഒക്കെ ഉണ്ടാകുന്നത് സഹജാവബോധമാണ്. ആദ്യത്തെ സാധനമാണ്. രണ്ടാമത്തെ അതല്ല, നിങ്ങൾ ശീലിച്ചത് വെച്ചിട്ടുണ്ടാകുന്നു, ശീലം കൊണ്ട് നിങ്ങൾ പൊരുത്തമാകുന്നു. മൂന്നാമത്, ശീലിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പോകുമ്പോൾ അവിടെ ഈ 4 എന്നുള്ള ഷേപ്പിൽ ഒരു ഉപകരണം കാണും. അതിന്റെ മുകളിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. അതിന്റെ കസേര എന്ന് വിളിക്കും. കസേരയുടെ മുകളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഈ 4 എന്നൊരു വളക്കണം. നിങ്ങളുടെ ശരീരത്തിൽ ഒരു പൊരുത്തം ഉണ്ടാകുക. പൊരുത്തം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ കസേര കണ്ടിട്ടില്ല, നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി 4 എന്നുള്ളത് അറിയാം. ആ ഷേപ്പിൽ നിങ്ങളുടെ ശരീരത്തെ വളയ്ക്കണം എന്ന് മനസ്സിലായി. നിങ്ങൾ വളയ്ക്കേണ്ടതുണ്ടെന്ന് മനസ്സിലായി. വളച്ചോ? ഇല്ല. വളയ്ക്കണമെന്ന് മനസ്സിലായി, വളയ്ക്കണമെന്ന് തോന്നി. ആ തോന്നലിനെയാണ് നമ്മൾ വിശ്വാസം എന്നത്. ധാരണ എന്നാണ് ശരിക്കും പറയാ. ധാരണയിലെ ഒരു രൂപമാണ് വിശ്വാസം. ഇതിന്റെ തന്നെ മറ്റൊരു രൂപമാണ് നിങ്ങൾ അറിവ് എന്ന് വിളിക്കപ്പെടുന്ന കാര്യം. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയില്ല. അറിവെന്ന് പറയുന്ന ഇന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന അറിവെന്ന് പറയുന്നത് ധാരണയാണ്. ജ്ഞാനം എന്ന പേരിൽ അറിയപ്പെടുന്നതൊക്കെ ഈ ധാരണയാണ്. ഇത് യഥാർത്ഥത്തിലുള്ള ജ്ഞാനവുമായിട്ട്, ഉള്ളിലുള്ള ജ്ഞാനവുമായിട്ട് കുറച്ച് ദൂരത്തിൽ നിൽക്കുന്ന ഒന്നാണ്. ഇതും ജ്ഞാനം തന്നെ, പൊരുത്തപ്പെടാനുള്ള ശേഷിയാണ്. അപ്പൊ ഇതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. മൂന്നാമത്തെ. അപ്പൊ ഞാൻ പറഞ്ഞു 4 എന്നുള്ള ഷേപ്പിൽ ഇങ്ങനെ ഒരു ഉപകരണം എന്ന് പറഞ്ഞു. ആ ഉപകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ 4 ഇങ്ങനെയാണോ അതോ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചതുരത്തിൽ നിൽക്കുന്ന സംഭവം ത്രികോണാകൃതിയിലാണോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ത്രികോണാകൃതി ഭാവന ചെയ്തു, ചതുരാകൃതി ഭാവന ചെയ്തു. അപ്പൊ നിങ്ങൾ ഭാവന ചെയ്യുന്നുണ്ട്. ആ ഭാവന ചെയ്യുന്നതിനെയാണ് നമ്മൾ അറിയാതെ ഭാവന, നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യുന്ന കാര്യം. ഇത് 4-മത്തെ. 5-മത്തത് ഈ ഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ത്രികോണം, ചതുരം എന്നൊക്കെ പറയുന്ന ചില സ്ഥിതിയുടെ വിവരങ്ങളിൽ നിന്ന്, ആ സ്ഥിതി വിവരമാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രേരിപ്പിക്കപ്പെടാനുള്ള ചില ഘടകങ്ങൾ. 5-മത്തത്. ഇതിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? വിശ്വാസം കൊണ്ട് 3-മത്തെ തലത്തിലാണ് നിൽക്കുന്നത്. അറിവുമായിട്ട് ഒരുപാട് ദൂരത്തിലാണ് നിൽക്കുന്നത്. അനുഭവമായിട്ട് ദൂരെയാണ് നിൽക്കുന്നത്. വിശ്വാസത്തിലാണ് നിങ്ങളുടെ ഓർമ്മകൾ നിൽക്കുന്നത്. നിങ്ങളുടെ ചിന്ത നിൽക്കുന്നത് ഭാവനയിലാണ്. നിങ്ങളുടെ പ്രകടനം, പെരുമാറ്റം നിൽക്കുന്നത് ഈ 5-മത്തെ തലത്തിലാണ്. ഈ 5 മനസ്സിൽ തന്നെ, ഈ 5 ജ്ഞാനം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതിന്റെ ഓരോ തലങ്ങളിൽ നിന്നിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒരിടത്താണ് നമ്മുടെ നേതൃത്വം ഉണ്ടാവുന്നത്. ഭൂരിഭാഗം വരും ഈ വിശ്വാസത്തിന്റെ ലോകത്താണ്. സകല ജ്ഞാനികൾ വിശ്വാസത്തിന്റെ ലോകത്താണ്. ജ്ഞാനമുണ്ടെന്ന് കരുതുന്ന മുഴുവൻ ആളുകളും വിശ്വാസത്തിന്റെ ലോകത്താണ്. അപ്പോ എനിക്കിവിടെ പറയാനുള്ള കാര്യം, ഞാൻ ഇത്രയും പറഞ്ഞത് അതിന്റെ സിദ്ധാന്തങ്ങൾ ചേർത്ത് പറഞ്ഞതിന്റെ സിദ്ധാന്തം മുഴുവൻ മനസ്സിലാകാൻ വിചാരിച്ചിട്ടൊന്നുമല്ല. ഇതിന്റെ പുറകിൽ ഇത്രയും ഉണ്ടെന്നാണ് ഈ പറഞ്ഞത്. 1% ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടിന്യൂസ് സംസാരിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച നിർത്താതെ സംസാരിക്കും ഈ പറഞ്ഞ കാര്യം. ഇതിന്റെ ഓരോ വളവും തിരിവും പറഞ്ഞ് വ്യക്തമാക്കി തരാം. ഇത്രയേറെ സങ്കീർണമായിട്ടൊരു പ്രക്രിയയുടെ ഒരു ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസം ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ നമ്മൾ അനുമാനിക്കുന്നു. പ്രകൃതിയെ കുറിച്ച് നമുക്ക് വിശ്വാസമാണത്. നിങ്ങൾ പ്രകൃതി എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ് വിചാരിക്കുക? ഏതെങ്കിലും മലയിലുള്ള കുറെ മരങ്ങള്, കുറെ കടല്, കാട് ഒക്കെ പറയുന്നത്. പ്രകൃതി എവിടെയാണ് തുടങ്ങുന്നത്? എവിടെയാണ് പ്രകൃതി തുടങ്ങുന്നത്? നമ്മളിപ്പോ ഇവിടെ വന്നപ്പോ പറഞ്ഞു ഇവിടെ മണ്ണില്ല, തീരെ മണ്ണില്ല. മണ്ണ് തുടങ്ങുന്നത് അവിടെ കുറച്ച് ഈ മറ്റേ കോളനിയൊക്കെ കഴിഞ്ഞ് കുറച്ച് അപ്പുറത്ത് ചെല്ലുമ്പോ വയലൊക്കെ തുടങ്ങും. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് മണ്ണ് തുടങ്ങുന്നത് എന്ന് വേണേൽ പറയാം. അപ്പൊ പ്രകൃതി എവിടെയാണ് തുടങ്ങുന്നത്? ആ വയലിന്റെ ആ ഭാഗത്താണ്. നമ്മൾ മണ്ണ് കാണാൻ തുടങ്ങുന്നിടത്താണോ പ്രകൃതി തുടങ്ങുന്നത്? പിന്നെ എവിടെയാ പ്രകൃതി തുടങ്ങുന്നത്? എവിടെയാണോ പ്രകൃതി തുടങ്ങുന്നത്?
ഞാനൊരു പെട്ടെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി പറയാം. ഇവിടെയാണ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ ബാക്കിലേക്ക്, അപ്പൊ ഞാനിവിടെ ഉൾക്കൊള്ളണമെങ്കിൽ ഇതിന്റെ നേരെ ബാക്കിലെടുക്കാം. ഇവിടെയാണ് പ്രകൃതി തുടങ്ങുന്നത്. എന്നുവെച്ചാൽ എന്റെ ബാക്കിലാണ് പ്രകൃതി തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോയി ഇവിടെ എല്ലാം ചേർന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന് അവസാനിപ്പിക്കുന്നത് എന്റെ ബാക്കിൽ. നമ്മൾ പറയുന്ന പ്രകൃതിയിൽ നമ്മളില്ലല്ലോ അല്ലെ. നമ്മൾ വിളിക്കുന്ന പ്രകൃതിയിൽ ഞാനില്ലല്ലോ അതിനകത്ത്. ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ പ്രകൃതി എന്ന് പറയുന്നതിനെ കാണാൻ ദൂരെ എങ്ങും പോകേണ്ടതില്ല. പ്രകൃതി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ തന്നെയാണ്. മനസ്സിലായോ? പ്രകൃതി എന്ന് പറയുന്നത് മറ്റൊന്നല്ല, ഞാൻ തന്നെയാണ്. നിങ്ങളിപ്പോ എന്നെ കാണുന്നതും കേൾക്കുന്നതും നിങ്ങളുടെ ഭാവന കൊണ്ടാണ് അല്ലെ. ഈ ഉടുപ്പിന്റെ കളർ പച്ചയാണെന്ന് കണക്കാക്കുന്നത് പച്ചയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടല്ല അല്ലെ. നിങ്ങൾ പച്ചയെ നീലയായിട്ടാണ് മനസ്സിലാക്കിയെങ്കിൽ ഇത് കാണുന്നത് നീല തന്നെ നിങ്ങൾ വിചാരിക്കുക. നിങ്ങളിപ്പോ ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് കൊണ്ടല്ല. ഇപ്പൊ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് നിങ്ങൾക്കറിയാമോ? ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾക്കറിയാവുന്നതാണ് മനസ്സിലാവുന്നത്. അധ്യാപകരുണ്ടല്ലോ, നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അവര് പഠിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ പഠന പ്രക്രിയ നടക്കുമ്പോൾ അവിടെ ഒന്ന് കൈപിടിച്ചു കൊടുക്കാം. അത്രയും മുപ്പത്. ഇവിടെ ഞാൻ പറയുന്ന സമയത്ത്, ഞാൻ നിങ്ങളോട് പ്രകൃതിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്തുള്ള അറിവിനെ നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തരാൻ ഞാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങളുടെ അറിവിനെയാണ്. ഇവിടെ നീ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് നിങ്ങളെ കുറിച്ച് മാത്രമാണ്. അറിയുന്നത് നിങ്ങളാണ്, അറിഞ്ഞത് നിങ്ങളാണ്. അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളാണ്, ഞാനല്ല. ഞാൻ പഠിപ്പിക്കുന്നുമില്ല. അപ്പൊ അതിന് സഹായിക്കാൻ പറ്റും. കാരണം മുമ്പേ നടന്ന ഒരാളെന്നുള്ള രീതിയിൽ നിങ്ങൾ നടക്കുമ്പോൾ അതിന് മുമ്പേ, നമുക്ക് ഇപ്പോ ടൗണിലൊക്കെ പോകുമ്പോൾ വഴി അറിയുന്ന ഒരാൾ വഴി കാണിച്ചതിന് മുമ്പിൽ പോയി അത് ചെയ്യാൻ പറ്റും. പക്ഷെ അറിയുന്നത് നിങ്ങളാണ്, അത് മനസ്സിലാക്കും. അപ്പോ രണ്ട് കാര്യങ്ങൾ. ആദ്യം പറഞ്ഞ വിശ്വാസം. നമുക്ക് ഉള്ളത് മുഴുവൻ വിശ്വാസങ്ങളാണ്. ഞാൻ വിശ്വസിക്കില്ല. ഇപ്പൊ അദ്ദേഹം യുക്തിയുടെ പേര് പറഞ്ഞു, വേറൊരു കൂട്ടരുണ്ട് ശാസ്ത്രത്തിന്റെ പേര് പറയുന്നു. ശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞു. ശാസ്ത്രവിശ്വാസികൾ ശാസ്ത്രത്തെ വിശ്വസിക്കുകയല്ലേ ചെയ്യും. യുക്തിപൂർവകമായി അതിനൊരു ഒരു ഒരു ആൽഗോരിതം ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ വിശ്വസിക്കുകയല്ലേ ചെയ്യും അല്ലെ. എല്ലാ വിശ്വാസങ്ങളും എല്ലാം തന്നെ വിശ്വാസമാണ്. ശാസ്ത്രീയം ഞാൻ ഇതിനൊന്നും അംഗീകരിക്കില്ല, ആത്മീയതയെ അംഗീകരിക്കില്ല, ആധ്യാത്മികതയെ അംഗീകരിക്കില്ല. ഞാൻ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ എന്തിനാണ് അംഗീകരിക്കുന്നത്? അതൊരു വിശ്വാസം. ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറയണം. 10,000-കണക്കിന് വർഷങ്ങളായിട്ട് തുറന്നു കൊണ്ടുവന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് 400-200 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ പഴഞ്ചൻ. നാല് പേര് ഒരുപോലെ ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ട് സയൻസിന്റെ ഒരു ജേണലിൽ വന്നു, അത് ആധികാരികത. ഞാൻ എന്നോട് ശാസ്ത്രത്തിന്റെ തെളിവും മുന്നോട്ട് വെച്ചിട്ട് വരുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കാര്യം ഞാൻ അംഗീകരിക്കാം. നിന്റെ കയ്യിൽ എന്താണ് തെളിവ്? ഇന്ന പുസ്തകം അത് വേണ്ട, നിന്റെ കയ്യിൽ എന്ത്? ഇന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണ്ട. പറയാനാണെങ്കിൽ ഇവിടെ നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗം, നമ്മുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ ഭാരത പൈതൃകം എന്ന് മാത്രം ചുരുക്കില്ല കേട്ടോ. സർവ ദേശങ്ങളിലും അതാത് സംസ്കാരങ്ങളുടേതായിട്ടുള്ള പൈതൃകങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ ഇൻഡിജിനിയസ് നോളജ് ഉണ്ട്, പ്രാചീന ജ്ഞാനങ്ങളുണ്ട്. ആ പ്രാചീന ജ്ഞാനങ്ങളിലെല്ലാം ഇതെല്ലാം കണ്ടുവച്ചിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവരും സർവ സംസ്കാരങ്ങളിലും. പക്ഷെ സംസ്കാരത്തിന്റെ അല്ല ഇവിടുത്തെ വിഷയം. നമ്മള് കച്ചവടം നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതാണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അവരുടെ ലാഭത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ആൽഗരിതത്തിന്റെ ഭാഗമായിട്ട് ഇതിനെല്ലാം വേറെ രൂപത്തിൽ ആവിഷ്കരിക്കുന്നു. അതാണ് ശരിയെന്ന് നമ്മൾ വിശ്വസിപ്പിക്കാനായിട്ട് ഇവര് നമ്മുടെ ചെറിയ കാലം മുതൽ തന്നെ നടതള്ളിയിട്ടുണ്ട് അല്ലെ. നടതള്ളുക ചെറിയ സ്കൂളിൽ നടതള്ളിയിട്ടുണ്ട്. സ്കൂളിൽ കൊണ്ടുവിട്ടതോടുകൂടി നമ്മുടെ ചിന്താ പദ്ധതി മുഴുവൻ മാറി.
അധ്യാപകർക്ക് ദയവേറി ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ തൊഴിലിനെ ഒരിക്കലും നിരാകരിക്കുന്നില്ല. പക്ഷെ അപ്പോൾ അവിടെ സ്കൂളുകളിൽ സംഭവിക്കുന്നത് എന്താണ്? കാലങ്ങളായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തെ, അതായത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ അത് നടത്താൻ പരിചയമുള്ള കുറച്ച് ആളുകൾ വേണം. അവരെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സംവിധാനം, അതാണ് നമ്മുടെ വിദ്യാഭ്യാസം. ശരിക്കും വിദ്യാഭ്യാസം ഇതിനു വേണ്ടിയായിരിക്കണം, നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നതാവട്ടെ. നിങ്ങൾ സ്കൂളിലെല്ലാം പോയിട്ടുള്ളവരല്ലേ? നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ നിങ്ങൾ ആരെ കാണാൻ പോകുക? എന്താ നിങ്ങൾക്കറിയാത്തത്? നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾ ഡിഗ്രിയും ബിരുദവും PhD ഉള്ളവരല്ലേ? എന്നിട്ട് എന്താ അറിയാത്തത്? അറിയുന്നില്ലല്ലോ അല്ലേ? അറിയുന്നില്ലല്ലോ, നമ്മളത് അറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിനൊരു വിഷമമുണ്ട്. അപ്പൊ ആരെങ്കിലും വേണം, നമുക്ക് ഒരു കൂട്ട് വേണം, കൂട്ടായ്മ വേണം, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരോട് നമുക്ക് പറയാൻ കഴിയണം, അതൊക്കെ വേണം. പക്ഷെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ. നല്ല ഭക്ഷണം വേണം, നമുക്കുണ്ടാക്കാൻ അറിയാം. നല്ല രീതിയിൽ ജീവിക്കാൻ ഒരു ഇടം വേണം. പക്ഷെ നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് ഒരു ബാരക്ക് ഉണ്ടാക്കി വെക്കില്ലേ? ഞാൻ ഇതിനെ ചോദ്യ ഇവര് കെട്ടിയത് ശരിയല്ല എന്ന് അങ്ങനെ പറയുന്നത് ശരി ഇവിടെ വന്നിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് വേണ്ട, പണം ഉണ്ടാക്കാനാണ് പഠിക്കേണ്ടത് ആണല്ലോ. ഇന്നത്തെ സമൂഹത്തിൽ പണം ഉണ്ടാക്കാനാണ് പഠിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ പോയാൽ പണം ഉണ്ടാക്കാൻ നിങ്ങൾ പഠിക്കും. അങ്ങനെയാണ് സ്കൂളിൽ പോയവരൊക്കെ പണം ഉണ്ടാക്കി ഭയങ്കര സമ്പന്നന്മാരായിട്ടുള്ളത്. പണം ഉണ്ടാക്കാൻ പഠിക്കണമെങ്കിൽ ആ പണം ഉണ്ടാക്കേണ്ട വഴി അറിയണ്ടേ? അതായത് സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം, അക്കാഡമിയുടെ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധനസമ്പാദനം എന്നൊരു കാര്യം. ധനം എങ്ങനെ സമ്പാദിക്കണം, ധനം എങ്ങനെയാണ് ഒഴുകുന്നത്. ഒരു കാര്യമുണ്ട്, ഇൻഡസ്ട്രിക്ക് വേണ്ടി എന്റെ ശരീരത്തെ വിറ്റാൽ, ഇൻഡസ്ട്രിക്ക് വേണ്ടി എന്റെ ശരീരത്തെ വിറ്റാൽ അവിടെ നിന്നും അവർ അപ്പകഷ്ണങ്ങൾ തരും, അത് ഞാൻ തരും. ഇതല്ലേ നമ്മൾ പഠിക്കുന്നത്? അപ്പൊ നമ്മൾ ഈ വിധത്തില് നമ്മൾ കാര്യങ്ങൾ അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ അറിയുന്നില്ല. വിദ്യാഭ്യാസം എന്നൊരു പ്രക്രിയ കൊണ്ട് നമ്മൾ അറിയാതെ പോകുന്നു എന്നറിയില്ല. നമ്മുടെ ആരോഗ്യത്തെ നോക്കാൻ നമുക്കറിയില്ല. നമുക്ക് സമ്പത്ത് ഉണ്ടാക്കേണ്ടതെങ്കിൽ വെച്ചാൽ അവൻ പറയുന്ന ഇൻഡസ്ട്രിയൽ സംവിധാനത്തിന്റെ അകത്തുകൂടെ പോകാൻ നമുക്കറിയാം. അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ കിട്ടുമെന്നറിയാം. ഒരു ബിസിനസ് ചെയ്താൽ ലാഭം ഉണ്ടാകും. ഒരു ബിസിനസ് ചെയ്താൽ ലാഭം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വിഭവങ്ങൾ വേണം. വിഭവങ്ങൾ വേണമെങ്കിൽ സമ്പത്ത് വേണം. സമ്പത്ത് വേണമെങ്കിൽ എന്തു വേണം? നിങ്ങളിൽ എന്തു വേണം? വൈരാഗ്യം വേണം, ആത്മാർത്ഥത വേണം, ആരോഗ്യം, അറിവ് വേണം. ഇതിന്റെ ഒക്കെ അപ്പുറത്ത് ഇതെല്ലാം വേണ്ടതാണ്, പറഞ്ഞതെല്ലാം വേണ്ടതാണ്. ഇതിന്റെ ഒക്കെ അപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ ധനം എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് ധനമായിക്കോട്ടെ, അത് സ്വീകരിക്കാൻ പാകത്തിലുള്ള ശൂന്യ സ്ഥലം വേണം, ഇടം വേണം. ഇതെങ്ങനെ വേണമെന്ന് ഈ ഇൻഡസ്ട്രിയൽ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാലോ നമ്മുടെ പ്രാചീന സമ്പ്രദായങ്ങളെല്ലാം ഇതിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഇൻഡിജിനസ് നോളജ് എന്ന് പറയുന്നത്, അതായത് പ്രാചീന കാലത്തെ നമ്മുടെ സംസ്കാരങ്ങൾ, ഇപ്പൊ പ്രാണവിദ്യ ആയിക്കോട്ടെ, സിദ്ധവിദ്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള മറ്റ് പാരമ്പര്യ വിദ്യകളായിക്കോട്ടെ, ഇവയെല്ലാം തന്നെ ഈ കാര്യത്തിലുള്ള സൂചനകൾ തരുന്നുണ്ട്. കൃത്യമായി അതിനകത്തേക്ക് പോകുന്നവർ, ഉപരിപ്ലവമായി നോക്കുന്നവരൊന്നും വേണ്ട, അകത്തേക്ക് പോകുന്നവന് എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ മനസ്സമാനങ്ങൾ, ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അമ്മ മാറണമെന്ന് മരുമകൾ ദിവസവും വിചാരിച്ചുകൊണ്ടിരിക്കും. അമ്മ മാറണം, മരുമകൾ വിചാരിക്കും, വീണ്ടും മാറണം എന്ന് വിചാരിക്കുന്നു, മാറുന്നില്ല. 10 പ്രാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ 11ാമത്തെ പ്രാവശ്യം എന്താ മനസ്സിലാക്കുന്നത്? അത് മാറില്ല, അത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ സമാധാനം കിട്ടും.
ഇപ്പോ അധ്യാപകരായ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത്. അവര് ഞാൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞതും അതിനകത്തെ കുഴപ്പങ്ങളായിരിക്കും അവർക്ക് അത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. സാധനയെ കുറിച്ച് സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞതായിരിക്കും ഇദ്ദേഹത്തിന് സ്ട്രൈക്ക് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന ഓരോ വിഷയത്തിലാണ് സ്ട്രൈക്ക് ആവുക. ചെരുപ്പ് കുത്തി ദൂരത്തിന് പോയാൽ അവിടെ വരുന്ന തരുണീമണികളെ അല്ല കാണുക, അവരുടെ കാലുകളിൽ കിടക്കുന്ന പാതകങ്ങളെയാണ്, ചെരുപ്പുകളെയാണ്. അവനവൻ അറിയുന്നതേ കാണും, അവൻ അറിയാത്തത് കാണില്ല. നേരത്തെ പൊന്നി പറഞ്ഞത് നമുക്കറിയാവുന്ന പല കാര്യങ്ങളും, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന പല കാര്യങ്ങളും, ഇവയെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധം എന്ന് പറയുന്ന ഒരു കാര്യം. അതിനെയാണ് സമഗ്രത എന്ന് പറയുന്നത്. ആ സമഗ്രത നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാവുന്നത് മാത്രമേ മനസ്സിലാവൂ, അറിയാത്തത് മനസ്സിലാവും. ഓക്കെ, ഇതിൽ നമ്മൾ അറിയാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ്. പറഞ്ഞതിന്റെ രക്തം ചുരുക്കം മനസ്സിലാവുന്നത് നമ്മൾ അറിയാതെ പോകുന്നത് നമ്മളെ കുറിച്ചാണ്. നിങ്ങൾക്കിപ്പോ US-ലെ ഏതെങ്കിലും ഒരു പ്രവിശ്യയിലെ ഒരു പ്രത്യേകതയെ കുറിച്ച് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനറിയും. ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ PSC എഴുതുന്ന ആളുകൾക്കൊക്കെ അത് അറിയാൻ കഴിയും അല്ലെ? നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ, പർപ്പസ് എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. അവനവനെ കുറിച്ച് അറിയില്ല, ബാക്കി ലോകത്തോട് മുഴുവനാണ്. അപ്പൊ നമുക്ക് വേണ്ട അറിവെന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള അറിവ്. അപ്പോ നമ്മൾ അറിയാതെ പോകുന്നത് നമ്മളെ കുറിച്ചാണ്. നമ്മളെന്ന് പറയുന്നതിന്റെ ഘടന എന്താണ്, നമ്മളെന്ന് പറയുന്നതിന്റെ വിന്യാസം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം. അപ്പോ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് എന്താ അറിയില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ തെറ്റായിട്ടാണ് എല്ലാം അനുഭവിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു ആരോഗ്യ പ്രശ്നം എന്നാൽ നന്നാക്കാൻ അറിയുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളെ അറിയില്ല എന്നാണ് അർത്ഥം. എനിക്ക് കുറച്ച് പണം വേണം, പണം ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയില്ല എന്നാണ് അർത്ഥം. ഒരു വീട് കെട്ടുന്ന കാര്യത്തിൽ നമ്മൾ മറ്റൊരാളടുത്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയില്ല എന്നാണ് അർത്ഥം. നമുക്കറിയില്ല, നമുക്ക് ഇവിടെയുള്ള പല കാര്യങ്ങളും അറിയില്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ മിക്കവാറും കാര്യങ്ങൾ നമുക്കറിയില്ല. അതേസമയം നമ്മുടേതല്ലാത്ത ജീവിതത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്കറിയാം. നമുക്കൊരു വീട് കെട്ടണം. ആർക്ക്? നമുക്ക്. നമ്മുടെ ഇഷ്ടത്തിലുള്ള വീടാണ്, നമുക്കറിയാവുന്ന വീടാണ് അല്ല. അവർ പറയുന്ന പ്ലാനിൽ, അവർ പറയുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച്, അവർ പറയുന്ന സിമെന്റും കമ്പിയും ഉപയോഗിച്ച്, അവർ പറയുന്ന ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വീട് എന്റെ ഇഷ്ടത്തിലുള്ള വീടല്ല, അവരുടെ സൗകര്യത്തിനുള്ള വീട് നമ്മൾ ഉണ്ടാക്കുന്നു. ആർക്കാണ് ലാഭം, ആർക്കാണ് മെച്ചം? അവർക്ക്. നമുക്ക് തോന്നും ഞാൻ ഒരു നാട്ടുകാരൊക്കെ അംഗീകരിക്കുന്ന രീതിയിൽ ഒരു വീട് കെട്ടി താമസിക്കുന്നു. യഥാർത്ഥത്തിൽ ആർക്കാണ് നേട്ടം ഉണ്ടായത്, അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായത് ആർക്കാണ്? അവർക്ക്. ഞാൻ ഈ അതോറിറ്റേറിയൻ എന്നുള്ള പേര് പറഞ്ഞില്ല. അതോറിറ്റേറിയൻ എന്നാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവർ. ആ നിയന്ത്രിക്കുന്നവരുടെ നിയന്ത്രണത്തിലാണ് എല്ലാം. നിങ്ങളുടെ നിയന്ത്രണത്തിൽ എന്തുണ്ട്? അപ്പൊ അതറിയാൻ വേണ്ടിയാണ് അവനവനെ അറിയണം എന്ന് പറയുന്നത്. അവനവനെ അറിയാനായിട്ട് ചില തുമ്പുകൾ ഇട്ട് തരാം. ഇന്ന് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന ദിവസം അല്ലല്ലോ. അവനവനെ അറിയാൻ വേണ്ടിയുള്ള 1-2 തുമ്പുകൾ ഇട്ട് തരാം. അപ്പോ അത് വെച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയ പിന്നെ ഇവിടെ നിന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് കിട്ടുക. ഞാൻ വ്യഭിചാരം എന്നൊരു വാക്ക് പറഞ്ഞപ്പോ ആ വാക്കിനെ നിങ്ങൾ കടിച്ചു തൂക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പദം നല്ലപോലെ അറിയാമെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് കൺസേൺഡ് ആയിട്ടുള്ള കാര്യത്തെ നിങ്ങൾ പിടിച്ചു. വിശ്വാസത്തിന്റെ തുമ്പത്ത് പിടിച്ചപ്പോ എന്താ പേര് പറഞ്ഞു? സുരേഷിന് ആ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാധനമാണ് എന്നുള്ളത്. സാധനയെ കുറിച്ച് പറഞ്ഞപ്പോ അപ്പുറത്തെ സാധനമായിട്ടുള്ള കാര്യം ക്ലിക്കായിട്ടുണ്ടോ? സംഗീതത്തെ കുറിച്ച് പറഞ്ഞ കൃതിക്ക് ഇത് എവിടെ എന്തോ എന്നുള്ളതുണ്ടാവും. റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞ സംഗീത തലയിൽ ഇങ്ങനെ വർക്കാവും. അറിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന്. അപ്പൊ ഞാൻ നീട്ടുന്നില്ല. നമ്മുടെ ഘടനയെ കുറിച്ച് പറയാം. നമുക്ക് നമ്മളെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞില്ല, നമ്മുടെ ഘടനയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക. ആ പറയുന്നതിന് കൂടുകൾക്കകത്ത് കൂടുകളായ വിന്യാസം, നെസ്റ്റഡ് ഹൈറാർക്കി എന്നാണ് പറയുക. കൂടുകൾക്കകത്ത് കൂടുകളായ വിന്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധം എന്ന് നിങ്ങൾ ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് ശരീരമുണ്ടല്ലോ, ആ ശരീരത്തെ അല്ലേ നിങ്ങൾ സാധാരണ രീതിയിൽ ഞാൻ എന്ന് അഭിമാനത്തോടെ പറയുന്നത്?
ഈ ശരീരം ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കുറെ അവയവങ്ങൾ കൊണ്ടാണ്, അല്ലെ? ശരീരത്തിന്റെ പരിധി തോലാണ്. ആ തോലിനകത്ത് കുറേയേറെ അവയവങ്ങളുണ്ട്. അതിന് കൈയുണ്ട്, കാലുണ്ട്, അല്ലെ? ഇവയെല്ലാം ചേർന്നിട്ടാണ് ശരീരം ഉണ്ടായിട്ടുള്ളത്. ഈ അവയവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കുറെ കലകൾ ചേർന്നത് കൊണ്ടാണ്, ശരിയല്ലേ? എന്റെ ഈ കൈ ഉണ്ടായിട്ടുള്ളത് കുറെ പേശികൾ ചേർന്നിട്ടാണ്, ശരിയല്ലേ? ഈ പേശികൾ ഉണ്ടായിട്ടുള്ളത് കുറെ കോശങ്ങൾ ചേർന്നിട്ടാണ്, ശരിയല്ലേ? കോശങ്ങൾ ചേർന്നിട്ടുള്ളത് കുറെ തന്മാത്രകൾ ചേർന്നിട്ടാണ്, ശരിയല്ലേ? തന്മാത്രകൾ ഉണ്ടായിട്ടുള്ളത് കുറെ അണുക്കൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ ചേർന്നിട്ടാണ്, അല്ലെ? ആറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഈ കഥയൊക്കെ പഠിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞ വാക്കൊന്നുകൂടെ പറയാം. ഈ കഥ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ശാസ്ത്രവിശ്വാസികളായിട്ടുള്ള എല്ലാവരും പ്രോട്ടോൺ, ന്യൂട്രോണിനൊക്കെ വിശ്വസിക്കുന്നില്ലേ? ആ, നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടു? ഒക്കെ വെറും കഥയാ. സത്യമുണ്ടാകാം, സത്യമായിരിക്കാം, പക്ഷെ അങ്ങനെ പറയുന്ന അനുമാനങ്ങളാണ്. അനുമാനങ്ങൾ എന്നാണ് പറയുന്നത്. ശരി. അപ്പോ ഈ ആറ്റങ്ങൾ മുതൽ ഉള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ശരീരം ഉണ്ടായിട്ടുള്ളത് കലകൾ ചേർത്തിട്ട്, അവയവങ്ങൾ ചേർത്തിട്ട്, അവയവങ്ങൾ ചേർത്തിട്ട് കലകൾ ചേർത്തിട്ട്, കലകൾ ചേർന്നത്. അപ്പൊ ഈ ചേർന്നാണ് ഇത് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇനി ഇതിനെ വേറൊരു രൂപത്തിൽ മനസ്സിലാക്കാം. ശരീരം എന്നൊരു കൂട്. ആ കൂട്ടിനകത്ത് കുറെ അവയവങ്ങൾ. നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കൂട്ടിനകത്ത് കിട്ടില്ല. അപ്പൊ ശരീരം എന്നൊരു കൂട്, അതിനകത്ത് കുറെ അവയവങ്ങൾ. അവയവമാകുന്ന കൂടിനകത്ത് കുറെ കലകൾ. കലകളാകുന്ന കൂടിനകത്ത് കുറെ കോശങ്ങൾ. കോശങ്ങളാകുന്ന കൂടിനകത്ത് കുറെ തന്മാത്രകൾ. ഈ ക്രമം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? അപ്പോ ശരീരം എന്നത് കൂടുകൾക്കകത്ത് ഇങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അറ്റം ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ആറ്റങ്ങൾ കഴിഞ്ഞാലോ എന്നൊക്കെ ചോദ്യം വരാം. മറുപടി ഉണ്ട്, പക്ഷെ സംസാരിച്ചിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്യും. കൂടുതൽ അറിയണം എന്നുള്ളവര് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇക്കോജൻസിസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഇരുന്ന് കണ്ടാൽ മതി. അത് ഒറ്റ ദിവസം എടുത്ത സെഷൻ ഉണ്ട്, ആഴ്ചകൾ എടുത്തിട്ട് നമ്മുടെ പ്രവാസത്തിൽ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ അതല്ല നമ്മുടെ വിഷയം. കൂടുകൾക്കകത്ത് കൂടുകൾ. എന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു കൂടാണ്. അതിനകത്താണ് കലകളും കോശങ്ങളും എല്ലാം നിൽക്കുന്നത് എന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി വേറൊരു കാര്യം, നിങ്ങൾ ജീവിക്കുന്നത് എവിടെയാണ്? ഭൂമിയിൽ. ഇംഗ്ലീഷിൽ പറയാമോ? ഞാൻ ചോദിച്ചതിന് ആദ്യം പറഞ്ഞു ഭൂമി എന്നാണോ ഭൂമിയിൽ എന്നാണ്? ഭൂമി എന്നാണ് പറഞ്ഞത്, ഭൂമിയിൽ എന്നാണ് പറഞ്ഞത്? ഭൂമിയിൽ എന്നല്ല പറഞ്ഞത്. അപ്പൊ പിന്നെ ഇംഗ്ലീഷിൽ പറയുമ്പോ എർത്ത് എന്നാണോ പറയേണ്ടത്? അത് എർത്തിന്റെ അപ്പുറത്തും ചില സാധനങ്ങൾ വേണം. എന്താ പറയാ? ഇന്നർത്ത്. വേറെ എന്തെങ്കിലും പറയാറുണ്ടോ? ഇന്നർത്തെന്നല്ലാതെ. അങ്ങനെയാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? അത് ശരിയായ ഉത്തരാണ്. ഇന്നർത്ഥം എന്നുള്ളത് ശരിയായ ഉത്തരാണ്. പക്ഷെ അങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത്? സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്നത് ഇന്നർത്ഥം എന്നാണ്. ഓണർത്ഥം എന്നല്ലേ പഠിക്കുന്നത്? ഓണർത്ഥം എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? അതുകൊണ്ടല്ലേ ആനപ്പുറത്ത് മറ്റേ ഇന്നത്തെ പാപ്പാൻ ആനയെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് പോലെ ഭൂമിയെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ അറിയപ്പെടുന്നത് പരിസ്ഥിതി പ്രവർത്തകർ, പരിസ്ഥിതി ഗവേഷകർ എന്ന പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അപ്പൊ പരിസ്ഥിതി പ്രവർത്തകരുടെ ഉദ്ദേശ്യം, ജീവിത ഉദ്ദേശ്യം എന്താണ്? പ്രകൃതിയെ സംരക്ഷിക്കുക. ഞാൻ ചോദിക്കട്ടെ, പ്രകൃതിയെ നിങ്ങൾക്ക് സംരക്ഷിക്കാനാകുമോ? ഈ പല്ലിയെ കണ്ടിട്ടോ? പല്ലി തട്ടും പുറത്ത് ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും, ഈ തട്ടിനെ താങ്ങി നിൽക്കുന്നത് പല്ലിയാണ്, അല്ലെ? അല്ലെ? ഇത് ഇങ്ങനെയല്ലേ നമ്മുടെ ധാരണ? പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും? ഒരിക്കലും കഴിയില്ല. തിരിച്ച് പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ അതിനോട് ചേർന്നിരുന്നാൽ മതി, പോരെ? അതുകൊണ്ടാണ് ഭൂമിക്ക് അകത്താണ് നമ്മൾ എന്നുള്ളത് നമ്മൾക്ക് അറിയാതെ പോകുന്നത്. ഭൂമിയുടെ മുകളിലാണ് നമ്മളെന്ന് നമ്മുടെ വിശ്വാസം. ഭൂമിക്ക് അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടുന്ന് 30,000 കിലോമീറ്റർ വരെ ഇങ്ങനെ കിടക്കുക പല ലെയറുകളായിട്ട്. അതിൽ കട്ടിയുള്ള ഒരു ഭാഗമുണ്ട്, മണ്ണെന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട്
അതിന് മുകളിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കണം അതിന്റെ മുകളിലാണ്. അപ്പൊ മുകളിലല്ല, അതിനകത്താണ്. അപ്പൊ ഈ കൂടുകൾക്കകത്ത് കൂടുകൾ എന്ന് പറയുന്ന അതിനെ വേറൊരു രൂപത്തിൽ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അകത്ത് ജീവിക്കുന്നു, ഭൂമിക്കകത്ത് ജീവിക്കുന്നു. ഭൂമി എന്തിനകത്താണ്? സൗരയൂഥത്തിനകത്തല്ലേ, അല്ലെ? സൗരയൂഥം മിൽക്കി വേക്കകത്തല്ലേ ജീവിക്കുന്നത്? മിൽക്കി വേ പ്രപഞ്ചത്തിനകത്തല്ലേ ജീവിക്കുന്നത്? എന്നുവെച്ചാൽ അകത്തകത്തകത്ത് എന്നുള്ള ഒരു ക്രമീകരണമുണ്ടല്ലോ. ആ ഭൂമിക്കകത്ത് ജൈവമണ്ഡലമുണ്ട്, ജൈവമണ്ഡലത്തിനകത്ത് ജൈവരാശികളുണ്ട്. അതിനകത്ത് ഒരു ജൈവരാശിയാണ് മനുഷ്യരാശി. ആ മനുഷ്യരാശിക്കകത്തെ ഒരു കോശമാണ് ഞാൻ, അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ഒരു അവയവമാണ് ഞാൻ. എനിക്കകത്ത് അവയവങ്ങളുണ്ട്. അപ്പോ മുകളിലേക്ക് പറഞ്ഞതും മനസ്സിലായി, എനിക്ക് താഴത്തേക്ക് പറഞ്ഞതും മനസ്സിലായല്ലോ. എനിക്ക് മുകളിലേക്ക് പറഞ്ഞത് പ്രപഞ്ചം മുതൽ ഞാൻ വരെയുള്ളത് കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്നു, ശരിയല്ലേ? പ്രപഞ്ചത്തിനകത്ത് ഒരുപാട് ഗാലക്സികൾ, ഗാലക്സി ആകുന്ന കൂടിനകത്ത് ഒരുപാട് സൗരയൂഥങ്ങൾ, അതിനകത്ത് നമ്മുടെ സൗരയൂഥത്തിനകത്ത് കുറെ ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളാകുന്ന കൂടിനകത്ത് ഭൂമി എന്ന കൂട്, ഭൂമി എന്ന കൂടിനകത്ത് ജീവരാശി എന്ന കൂട്, അതിനകത്ത് മനുഷ്യരാശി എന്ന കൂട്, അതിനകത്ത് മനുഷ്യൻ എന്ന കൂട്, അതിനകത്ത് ഞാൻ എന്ന കൂട്, എനിക്കകത്ത് അവയവങ്ങളാകുന്ന കൂടുകൾ, അതിനകത്ത് കലകളാകുന്ന കൂടുകൾ, അതിനകത്ത് കോശങ്ങളാകുന്ന കൂടുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ഒറ്റ ശരീരമാണെന്ന്. അല്ലേ? ചെറുപ്പക്കാരായ രണ്ടുപേർ വഴിയിലൂടെ, ഒരു പരിചയമില്ലാത്ത രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഒരാൾ മറ്റൊരാളെ കാണുന്നു, ഒരാണും ഒരു പെണ്ണും. ചെറിയൊരു കടാക്ഷം വന്നിട്ടുണ്ട്. ഇവർ തമ്മില് ഒരു പറച്ചയുമില്ലാതെ ഒരു വിനിമയം ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പെറ്റമ്മമാരില്ലേ ഇവിടെ ഇരിക്കുന്നില്ല, പെറ്റമ്മമാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കുഞ്ഞിനെ പ്രസവിച്ച ഒരിടത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഒരു കല്യാണത്തിനോ കാതുകുത്തിനോ പോയിരിക്കട്ടെ, അമ്മ ഇങ്ങനെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മയെ നിങ്ങൾ പ്രസവത്തിന് പോയി കുഞ്ഞിനെ വെച്ചിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പാൽ തരും, ശരിയല്ലേ? അല്ലെ? കുഞ്ഞിനെ വെച്ചിട്ടുമ്പോ നിങ്ങൾക്ക് പാൽ തരും. ഈ കുഞ്ഞ് അവിടെയല്ലേ കിടക്കുന്നത്? കുഞ്ഞിനെ നോക്കാൻ വേറെ ആരും ഉണ്ടല്ലോ. നിങ്ങൾ കല്യാണത്തിന് പോയി മറ്റേ സ്വതീന്നോടെയും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഇതെങ്ങനെ കണക്ട് ആയത്? ശരി, വേണ്ട വേണ്ട, ഇവിടെ ഈ പെടാത്ത ആണുങ്ങളുണ്ട്, അവരോട് ചോദിക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കണമെന്ന് തോന്നി ഫോൺ എടുക്കണ സമയത്ത് നിങ്ങളുടെ ഫോണിലുള്ള 5000 കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും വേറെ ആരും വിളിക്കാതെ നിങ്ങൾ വിളിക്കണമെന്ന് പ്രതീക്ഷിച്ച ആള് തന്നെ നിങ്ങളെ വിളിക്കുന്ന അനുഭവം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? ഉണ്ടായിട്ടില്ലേ? ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു കല്ല് പിടിയിരിക്കുന്നു, വേറൊരു കല്ല് പിടിയിരിക്കുന്നു, ഈ കല്ല് കൊണ്ട് അതിൽക്കൊണ്ട് മുട്ടിച്ചാൽ മാത്രമേ നീങ്ങുള്ളൂ. ഈ ഭൗതികവാദത്തിന്റെ ആഴത്തിലേക്ക് പോയ ഒരാൾ അതിന്റെ ഫിനോമിനാലിറ്റിയെ കുറിച്ച്, അതിന്റെ പ്രതിഭാസങ്ങളെ കുറിച്ച് അറിയുന്ന സമയത്ത് കല്ലിന് വരെ 2 മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് അതിന്റെ അടുത്തെത്തും, അത് തട്ടി കൊണ്ടുപോകുന്നു മനസ്സിലാക്കും. അതിനപ്പുറത്ത് ജൈവശാസ്ത്രപരമായിട്ട് ഇതിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ചിലർക്ക് മനസ്സിലാവും. മത്തന്റെ വള്ളി ഒരിടത്ത് ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് അപ്പുറത്ത് ഒരു വടി നമ്മളെ കൊണ്ട് നാട്ടി വെച്ച് കഴിഞ്ഞാൽ മത്തന്റെ വള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മത്തന്റെ വള്ളി പതുക്കെ ചാഞ്ഞാൽ കഴിയിൽ കിട്ടും. മത്തന്റെ വള്ളിക്ക് എന്താ കണ്ണും കാതും? മത്തന്റെ വള്ളിക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവരുടെ സാധനം ഉണ്ടെന്ന്? ഇല്ല. പക്ഷെ ശാസ്ത്രീയമായി നമുക്ക് അതിന്റെ പേര് വിളിക്കണം. അപ്പൊ നമ്മൾ ട്രോപ്പിസം എന്ന് വിളിക്കും, ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കും. മരം നമ്മള് കവുങ്ങ് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കവുങ്ങ് നേരെയാണ്, തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ്. വീട്ടിലെ കോഴിയെ വളർത്തുന്നത് തിന്നാനായിട്ട് നമ്മുടെ വീട്ടിൽ വരും, മുട്ടയിടാനായിട്ട് അടുത്ത് വരും. എല്ലാ കോഴികളുടെ ഒരു പ്രധാന രീതിയാണ്, അല്ലെ? ഇതേപോലെ തന്നെയാണ് ഈ തെങ്ങിന്റെ കാര്യം. വേരും വളമൊക്കെ നമ്മുടെ വീട്, തേങ്ങയും മണലും ഒക്കെ അപ്പുറത്തെ വീട്, അല്ലെ? അതെന്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു? അതിനാണ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. എവിടെയാണോ വെള്ളമുള്ളത്തേക്ക് വേര് പോകും. അതിനാണ് ഹൈഡ്രോട്രോപ്പിസം. അപ്പോ എവിടെ എന്തുണ്ടെന്ന് അറിയാനുള്ള ശേഷി ജൈവതയ്ക്കുണ്ട്. ഈ ജീവന്റെ നിയമത്തെ മനസ്സിലാക്കിയ, പ്രകൃതിയിലെ മൊത്തം ജീവനുള്ള സംവിധാനമാണെന്ന് മനസ്സിലാക്കിയ, ഇത് ഒറ്റ ശരീരമാണെന്ന് മനസ്സിലാക്കിയ,
പ്രകൃതി എന്ന് പറയുന്നത് ദൂരെ പോയി തപ്പേണ്ട കാര്യമാണ്. നെല്ലിയാമ്പതി പോയി കാണുന്ന സാധനമല്ല പ്രകൃതി. അതെന്റെ മൂക്കിന്റെ പുറകിൽ എന്റെ അകത്ത് ഞാനെന്ന അറിവിൽ നിൽക്കുന്നതാണ്. ഞാനാണ് പ്രകൃതി, ഞാനാണ് പ്രകൃതി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് പ്രവർത്തിക്കുന്നത്, ഈ ഞാൻ എന്ന പ്രകൃതി പ്രവർത്തിക്കുന്നത് പ്രകൃതിയുടെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾ മുറ്റത്തെ പുല്ല് ചെത്തിയിട്ടിട്ട് ഒരാഴ്ച ആ വഴിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുമ്പ് വീണ്ടും ഉറക്കുന്നു. കാരണം അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളത്, അത് വീണ്ടും അത് പഴയപടി ആക്കുക എന്നുള്ളത് ശരീരത്തിന്റെ മണ്ണിന്റെ സ്വഭാവമാണ്. ആ പുനഃസ്ഥാപനത്തിന് റെസിലിയൻസ് എന്ന് പറയാം. അത് ജീവന്റെ സ്വഭാവമാണ്. ഇത് തന്നെയല്ലേ നിങ്ങൾ മുള്ളിന്റെ ഇടയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ വീണ്ടും തോലെ അവിടെ വന്നിട്ടുണ്ടാവില്ലേ? അത് ഇത് തന്നെയല്ലേ. നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകണം, പക്ഷെ എന്നെ കൊണ്ടുപോകാൻ ആരും ഇല്ലാന്ന് കരുതി വീട്ടിലിരുന്ന് കഴിഞ്ഞ് നിങ്ങൾ വ്യാകുലപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അയ്യോ അസുഖമൊക്കെ എവിടെ പോയി എന്ന് ആലോചിക്കുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും അസുഖം മാറുന്ന ഒരവസ്ഥയുണ്ട്. ശരീരത്തിന് ജീവനുള്ള വസ്തുക്കൾക്ക് അത് ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ, ജീവനുള്ള വസ്തുവിന് ആരാ ഉണ്ടാക്കിയത്? ലബോറട്ടറി ആരെങ്കിലും വന്നിട്ടാണ്? അല്ലെങ്കിൽ റോക്ക്ഫെല്ലർ വന്ന ഫോർമുല അനുസരിച്ച് ഏതെങ്കിലും സയന്റിസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായതാണ്? നിങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? അല്ലെങ്കിൽ സയന്റിസ്റ്റുകളുടെ സൃഷ്ടിയാണ്? ജീവന്റെ സൃഷ്ടിയല്ലേ? തനിയെ ഉണ്ടായതല്ലേ? തനിയെ ഉണ്ടാക്കിയവൻ അറിയില്ലേ റിപ്പയർ ചെയ്യാൻ? ഉണ്ടാക്കിയവനോളം വിവരമുണ്ടോ വേറൊരാൾക്കത് റിപ്പയർ ചെയ്യാൻ? ഉണ്ടാക്കിയവനല്ല അറിയില്ല. ഈ ശരീരത്തെ ഉണ്ടാക്കിയത് ജീവനാണെങ്കിൽ ജീവൻ അറിയുമല്ലോ അതിന്റെ റിപ്പയർ ചെയ്യാൻ. മണ്ണിനെ ഉണ്ടാക്കിയത് പ്രകൃതിയാണ്. പ്രകൃതിക്ക് അറിയില്ല മണ്ണിനൊരു കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ മണ്ണിന് നഗ്നമായി കിടക്കാൻ പാടില്ല, വെയിൽ കൊള്ളിക്കാൻ പാടില്ല, അത് കവർ ചെയ്തിടണമെന്ന് പ്രകൃതിക്ക് അറിയില്ലേ? അത് പുള്ളി വളർത്തിക്കുന്നു. ഈ സ്വയം പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത്. ജീവന്റെ താക്കോലും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരില്ലേ? ജീവന്റെ താക്കോലും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ എല്ലാവരുടെ നിങ്ങളൊന്ന് വെറുതെ പോയി ചോദിച്ചു എന്താ ജീവൻ? ഇവരാദ്യം പറയുന്ന ഡെഫിനിഷൻ ഇതാണ്: DNA, RNA, ലിപ്പിഡ് ഇവയെല്ലാം കൂടെ ചേർന്ന് കൊണ്ടുള്ള ഒരു കാർബോണിക് കോമ്പിനേഷനാണ് ലൈഫ്. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കുന്ന ഒരു ഡെഡ് ബോഡി ഇതെല്ലാം ഉണ്ടാവുന്നു. അപ്പൊ പിന്നെ ജീവൻ എന്താ? വീണ്ടും ചോദിക്കും. 4 പ്രാവശ്യം തിരിച്ച് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഉത്തരവ്. നിങ്ങൾ ചോദിക്കാനുള്ള വിവരം നിങ്ങൾക്ക് വേണം. കാരണം അവരെന്ത് പറയുന്നത് കൗണ്ടർ ചെയ്ത് ചോദിക്കാനുള്ള വിവരമാണ്. ജീവൻ എന്താണെന്ന് വെച്ചാൽ ചികിത്സിക്കുന്നവൻ അറിയണ്ടേ ജീവൻ എന്താണ്? എന്താണ് ജീവൻ? ജീവനെ മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആണ്. ജീവൻ എന്ന് വെച്ചാൽ സ്വയം സംഘാടകത്വം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. സ്വയം സംഘടിപ്പിക്കുന്നത്, എല്ലാ കാര്യങ്ങളെയും സ്വയമേവ നിർമ്മിക്കുന്നതാണ് ജീവൻ. അത് മാത്രമല്ല, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. സ്വയം സംഘാടനം, സ്വയം സംരക്ഷണം, സ്വയം വംശീകരണം, സ്വയം പരിചരണം തുടങ്ങിയ ഒട്ടേറെ ഫാക്ടേഴ്സ് ഉണ്ട് അതിനടുത്ത്. അതിന് മൊത്തത്തിൽ പറയാം സെൽഫ് ഓർഗനൈസേഷൻ, സ്വയം സംഘാടനം. ആ സ്വയം സംഘടിപ്പിക്കുന്ന സംവിധാനത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. അതല്ലേ നിങ്ങളുടെ ശരീരത്തെ ഉണ്ടാക്കിയത്, അല്ലേ? അപ്പൊ നിങ്ങളുടെ ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ ആരാണ് ചികിത്സിക്കേണ്ടത്? ഡോക്ടറാ? ജീവനല്ലേ? ജീവനല്ലേ? ജീവനിലേക്കല്ലേ വിട്ടുകൊടുക്കേണ്ടത്? എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ 2 ലക്ഷം രൂപ വാങ്ങിക്കാൻ നിവൃത്തിയില്ല എന്ന് അറിയുമ്പോൾ അവര് നിങ്ങളുടെ രോഗിയെ എവിടെ കൊണ്ടാണ് ഇടുക? ഐസിയുവിൽ വെന്റിലേറ്റർ കൊണ്ടിടും. അവസാനത്തെ പൈസ വാങ്ങിക്കാനാണ്. അവിടെ എന്താ ചെയ്യുന്നത്? ഐസിയുവിൽ ഇടുന്ന സമയത്ത് ചെയ്യുന്നത് അവർക്ക് ഭക്ഷണമില്ല, മരുന്ന് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുമെങ്കിലും ആ മരുന്ന് അവിടേക്ക് കയറില്ല, അല്ലെ? ഇതൊന്നുമില്ലാണ്ട് മിണ്ടാതെ കിടക്കും. അപ്പൊ ചിലപ്പോ രോഗി രക്ഷപ്പെട്ടു. കാരണം എന്താ? അവരൊന്നും ചെയ്യുന്നില്ല. അവരൊന്നും ചെയ്യാതാവുമ്പോ ജീവൻ പ്രവർത്തിക്കും. ജീവൻ പ്രവർത്തിക്കുന്ന സമയത്ത് ശരീരം പുനഃസ്ഥാപിക്കും. ലോകത്തെ ഏതെങ്കിലും ഔഷധത്തിന് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റുന്നത്? ആരോഗ്യം ഉണ്ടാകുന്നത് ശരീരത്തിലാണ്. ശരീരം ഉണ്ടാക്കിയത് ജീവനാണ്. ജീവന് മാത്രമേ ഇത് ഉണ്ടാക്കാൻ കഴിയൂ. അപ്പോ ജീവൻ എന്ന് പറയുന്നത് ഒരു സാധനമായിട്ടാണ് നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത്. ജീവൻ എന്നുള്ളത് എന്തൊരു വലിയ സാധനമായിട്ട്. ശരിക്കും പറഞ്ഞാല് ഈ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന സാധനമല്ലേ? ഗുരുത്വം നമ്മൾ സാധനം കയ്യിൽ നിന്ന് വേണം താഴെ പോകും. ഇതൊരു സാധനമാണ്, അല്ലല്ലോ? അതൊരു പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതൊരു പ്രകൃതി നിയമമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും.
കയ്യിൽ നിന്നൊരു സാധനം പോയി കഴിഞ്ഞാൽ അത് താഴത്തേക്ക് വീഴുന്നു. ഗുരുത്വാകർഷണം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ആകർഷണം, ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഈ സാധനം ഒരു പ്രകൃതി നിയമമാണ് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കുമല്ലോ? ഇത് എല്ലാവരും കഴിച്ചു ഒരു അനക്കൊന്നും കാണുന്നത്. പ്രകൃതി നിയമം അപ്പൊ ഓരോന്നിലും കാണുന്നത്. ഇപ്പൊ കയ്യിൽ നിന്ന് മാങ്ങ പോയാലും ചക്ക പോയാലും ഞാൻ വീണാലും കാണുന്നു. അപ്പൊ ഓരോന്നിലും ഇത് കാണുന്നുണ്ട്, ഓരോന്നിലും കാണപ്പെടുന്നുണ്ട്, ഓരോന്നിലും തെളിഞ്ഞ് കാണുന്നത് ഭാസം, പ്രതിഭാസം. ഓരോന്നിലും തെളിഞ്ഞ് കാണും, എല്ലാത്തിലും കാണാൻ വേണ്ടി ഗുരുത്വാകർഷണം എന്ന സംഭവം എല്ലാത്തിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് കാണാം. അപ്പൊ അതൊരു പ്രതിഭാസമല്ല. നമ്മൾ അത് നിയമം എന്ന് പറഞ്ഞു, ഇപ്പൊ പ്രതിഭാസം എന്ന് പറയാം അല്ലെ? ചക്കക്കുരു കുഴിച്ചിട്ടാലും മുളയ്ക്കും, മത്തന്റെ കുരു കുഴിച്ചിട്ടാലും മുളയ്ക്കും. ഇണ ചേർന്ന് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവും. ഒരു ജീവി ഉണ്ടായ ഒരു ജീവിക്ക് ഒരു മുറിപ്പാട് വന്നു കഴിഞ്ഞാൽ അത് ആ കേട് മാറും. അതിനെയാണല്ലോ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ എന്ന് പറയുന്നതിനെ നമ്മൾ പ്രതിഭാസം എന്ന രൂപത്തിൽ അവതരിപ്പിക്കുമ്പോ ജൈവികത എന്ന് പറയാലോ. കുഴപ്പമുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജീവൻ എന്ന് പറയുന്നതിനെ ജൈവികത എന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഞാൻ വാക്കൊന്ന് മാറ്റി പറയാൻ വേണ്ടിയില്ല, നിങ്ങളെ വേറൊരു വാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയില്ല. നിങ്ങളുടെ ശരീരത്തിന് ജീവൻ ഉണ്ടെന്ന് സമ്മതിച്ചോ? അപ്പോ ആ ജീവൻ എന്ന് പറയുന്നത് ഒരു നിയമമാണ് എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നിയമം എല്ലായിടത്തും കാണുമ്പോൾ നമ്മൾ അതിനെ പ്രതിഭാസം എന്ന് പറയും. അപ്പൊ പ്രതിഭാസം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഓരോന്നിനെയും പ്രതിഭാസമായിട്ട് പറയുമ്പോൾ ഒരു പ്രത്യേക വാക്കിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിന് ജീവനുണ്ട്, ആ ജീവനെ തന്നെ പ്രതിഭാസം എന്ന രീതി പറയുമ്പോൾ വേറൊരു വാക്കിട്ട് വിളിക്കാം. ജൈവികതയുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ ജൈവികതയുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ ഞാൻ പറയുന്നതിന്? നിങ്ങളുടെ ശരീരത്തിന് ജൈവികതയുണ്ടെന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഇല്ലല്ലോ. സമ്മതല്ലേ? ശരി. നേരത്തെ പറഞ്ഞൊരു കാര്യമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കാം. കൂടുകൾക്കകത്ത് ഇങ്ങനെ പ്രകൃതി ഒറ്റ ശരീരമായി നിൽക്കുന്നത് മനസ്സിലായോ? പ്രപഞ്ചം എന്ന കൂടിനകത്ത്, ഗാലക്സികൾ എന്ന കൂടിനകത്ത്, സൗരയൂഥങ്ങൾ അതിനകത്ത്, ഗ്രഹങ്ങൾ അതിനകത്ത്, ഭൂമി എന്ന കൂടിനകത്ത്, ജീവരാശി എന്ന കൂട് അതിനകത്ത്, മനുഷ്യരാശി എന്ന കൂട് അതിനകത്ത്, മനുഷ്യൻ എന്ന കൂട് അതിനകത്ത്, ഞാൻ എന്ന കൂട്, എനിക്കകത്ത് അവയവങ്ങൾ എന്ന കൂടുകൾ, അവയവങ്ങൾക്കകത്ത് കലകളാകുന്ന കൂടുകൾ അതിനകത്ത്, കോശങ്ങളാകുന്ന കൂടുകൾ അതിനകത്ത്, തന്മാത്രകളാകുന്ന കൂടുകൾ അതിനകത്ത്, അണുക്കളാകുന്ന കൂടുകൾ അതിനകത്ത്, വാക്കുകളാകുന്ന കൂടുകൾ അതിനകത്ത്, ഊർജമാകുന്ന കൂടുകൾ അതിനകത്ത്, ബോധമാകുന്ന കൂടുകൾ, ഇങ്ങനെ പോകും. അപ്പൊ ഇതൊക്കെ ശരീരമാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിന്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ അല്ലെ? ഇതിന്റെ ഈ പറഞ്ഞ സാധനത്തിന്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. തൊട്ടു മുമ്പേ പറഞ്ഞ നിങ്ങൾക്ക് ജൈവികതയുണ്ടെന്നാണ്, നിങ്ങൾക്ക് ജീവനുണ്ട്, ജൈവികതയുണ്ടെന്നാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ? ആ ജൈവികതയുണ്ടെങ്കിൽ ഈ ഒറ്റ ശരീരമായിട്ടുള്ള നിങ്ങൾക്ക്, ആ ഒറ്റ ശരീരത്തിന്റെ ഇടയിൽ കിടക്കുന്ന നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ, ജൈവികതയുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുകളിലുള്ളതിന് ഉണ്ടാവില്ലേ ജൈവികത? അത് നിങ്ങളെപ്പോലെ ആപ്പി ന്യൂക്ലിയർ ജീവൻ എന്ന് വായിക്കും, കൂടിയ സാധനമായിരിക്കില്ലേ? അപ്പൊ നിങ്ങൾക്ക് ജൈവികതയുണ്ടെങ്കിൽ നിങ്ങളിലും ഉപരിയായിട്ടുള്ളത് എത്ര തരത്തിലേക്ക് വേണമെങ്കിലും പോകട്ടോ, നിങ്ങൾക്കും ഉപരിയായിട്ടുള്ളതിന് ജൈവികത ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ നമ്മുടെ ജൈവികതയുടെ ഒരു ചെറിയ പേരിട്ട് വിളിച്ചാൽ പോലെ, കുറച്ചുകൂടെ കൂടിയ പേരിട്ട് വിളിക്കും. അധി എന്ന് വെച്ചാൽ അധിയല്ല കേട്ടോ, അധിജൈവികത എന്ന് പറയാം. തെറ്റുണ്ടോ? നമുക്ക് ജീവനുണ്ട്, നമ്മളുടെ ഉപരിവ്യവസ്ഥയായ ഭൂമിക്കും ജീവനുണ്ട്. ആ ജീവനെ നമ്മൾ അധിജൈവികത എന്ന് പറയാം. വിരോധമില്ലല്ലോ? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ വിരോധമുണ്ടോ? ഇല്ലല്ലോ. ഈ അധിജൈവികത എന്നുള്ള വാക്ക് പറയാൻ കഷ്ടമാണ്. അധി എന്നൊക്കെ പറയുന്നത് പാലക്കാട്ടുകാർക്ക് ധാന്നുള്ള അക്ഷരം പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റാം. നമ്മൾ ജൈവികത എന്ന് പറയുന്നതിന്റെ ആ ജൈ മാറ്റിയിട്ട് നമ്മൾ വേറൊരു അക്ഷരം ഇട്ടെങ്കിലും ഇത് വിളിക്കാം. ദൈവികത എന്ന് വെച്ചാൽ കുഴപ്പമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞു വന്നത്. ജൈവികതയാണ് ദൈവികത. നിങ്ങളിലെ ജീവനാണ് നിങ്ങളുടെ ഈശ്വരീയം എന്ന് പറയുന്നത്. ഈശ്വരീയം എന്താണെന്ന് ഈ ഓരോ പദത്തിനും അതിൻ്റെതായിട്ടുള്ള കൃത്യമായ അർത്ഥങ്ങളുണ്ട്, തത്വചിന്താപരമായ വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, സമയമില്ല. ഒരു സത്സംഗത്തിൽ തീരാവുന്ന കാര്യമല്ല.
ഈ ജൈവികതയെ മനസ്സിലാക്കിയാൽ ദൈവികതയെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല.